നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഹിസ്റ്ററീസ് ആൻഡ് അഡ്വഞ്ചർ ഇൻ മഡഗാസ്കർ ഭാഗം 8. ഈ വീഡിയോ സീരീസിന്റെ അവസാന ഭാഗത്തിലേക്ക് സ്വാഗതം. ട്രോങ്ക പ്രഭുവിന്റെ മരണശേഷം റോബിൻ അദ്ദേഹത്തിന്റെ സഹോദരൻ ബഫോഗർ പ്രഭുവിന്റെ അരികിൽ അഭയം തേടുകയും അവിടെ സമാധാനത്തോടെ ജീവിക്കുവാനായിട്ട് തുടങ്ങുകയും ചെയ്തു. അയാളും അവനോട് നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറിയത്. അവർ വീണ്ടും കൃഷിയും മറ്റും ആരംഭിക്കുകയും സാധാരണ ജീവിതം തുടരുകയും ചെയ്തു. പക്ഷേ ഈ ദ്വീപിൽ ഒന്നും സ്ഥിരമായിട്ട് നിലനിൽക്കില്ല. കപ്പലുകളും നോക്കിക്കൊണ്ടുള്ള റോബിന്റെ കാത്തിരിപ്പ് വീണ്ടും തുടരുകയാണ്. പക്ഷേ അങ്ങനെ എളുപ്പം ഇവിടെ നിന്ന് രക്ഷപ്പെടുവാനും മനസ്സമാനത്തോടെ ജീവിക്കുവാനും വിധി റോബിനെ അപ്പോഴും അനുവദിക്കുന്നില്ല. കാരണം മറ്റൊന്നുമായിരുന്നില്ല, ഇവരുടെ പൊതുശത്രുവായിട്ടുള്ള വൂസിംഗ്ടൺ പ്രഭു അയാളുടെ അടുത്ത വരവ് നേരെ ഇങ്ങോട്ട് തന്നെയായിരുന്നു. 3000-ഓളം വരുന്ന വലിയൊരു സൈന്യവുമായിട്ട് വൂസിംഗ്ടൺ ഇങ്ങോട്ടേക്ക് നീങ്ങിയിട്ടുണ്ട് എന്ന വാർത്തയാണ് ചാരന്മാർ അറിയിച്ചത്. 3 ദിവസങ്ങൾക്കുള്ളിൽ അയാൾ ഇവിടെ എത്തിച്ചേർന്നേക്കാം. ഈ ബഫോഗർ പ്രഭു ഉടൻ തന്നെ റോബിനെ സ്ത്രീകളെയും അവരുടെ കാലുകളെയും കൂട്ടിയിട്ട് നദീതീരത്തേക്ക് പറഞ്ഞു വിട്ടു. സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ സുരക്ഷയെ കരുതിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഇപ്രാവശ്യം കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയി. വൂസിംഗ്ടനെ സഹായിക്കാനായിട്ട് എത്തിയ മറ്റൊരു സൈന്യം കൃത്യം അവിടെ തന്നെ തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ആക്രമണത്തിൽ ചെറുതായിട്ടൊന്ന് പൊരുതാൻ പോലും ഇവർക്ക് ഈ റോബിനും കൂട്ടർക്കും സാധിച്ചില്ല. കാരണം കൂടുതലും ഈ റോബിനും സ്ത്രീകളും കുട്ടികളും മാത്രമായിരുന്നു ആ ഒരു സംഘത്തിൽ ഉണ്ടായിരുന്നത്. റോബിൻ ഉൾപ്പെടെ സംഘത്തിലെ ഭൂരിഭാഗം ആളുകളെയും അവർ തടവുകാരായിട്ട് പിടികൂടുകയും ചെയ്തു. ഈ വൂസിംഗ്ടൺ പ്രഭുവിനെ സഹായിക്കുവാനായിട്ട് എത്തിയ സകാലവ ഗോത്രത്തിലെ ആളുകളായിരുന്നു അവര്. പഴയ ദൂതൻ റായ് നന്നോ ഈ ഗോത്രക്കാരൻ ആയിരുന്നല്ലോ. ഇവര് പിന്നീട് പക്ഷം മാറിയിട്ട് വൂസിംഗ്ടൺ പ്രഭുവിന്റെ കൂടെ ചേർന്നതാകാനാണ് സാധ്യത. റോബിനും കടൽ തീരത്തെ കരീബിയൻ വംശജന്റെ ഭാര്യയും മക്കളും പിന്നെ 100ഓളം നാട്ടുകാരുമാണ് ഇപ്പോൾ തടവിലായിരിക്കുന്നത്. ഈ ഗോത്ര സൈന്യത്തിന്റെ നേതാവ് വോവെ എന്നൊരു മനുഷ്യനായിരുന്നു. റോബിനെ കണ്ട് അത്ഭുതപ്പെട്ടു പോയ അദ്ദേഹം ചോദിച്ചു, നിന്നെപ്പോലെ വേറെയും വെള്ളക്കാരിവിടെ ഉണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം റോബിന്റെ കഥ കേൾക്കുവാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചു. അവനത് മുഴുവൻ വിശദമായിട്ട് പറഞ്ഞ് കേൾപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾ പറഞ്ഞു, നീ ഇവിടെ തടവുകാരനൊന്നുമല്ല. കാരണം നിനക്ക് ഓടിപ്പോകേണ്ട കാര്യമൊന്നുമില്ല. ഇത് നിന്റെ നാടല്ല, നീ എങ്ങോട്ട് പോകാനാണ്? ഒരു കപ്പലിന്റെ സാന്നിധ്യം അറിയും വരെയും നീ ഞങ്ങളോടൊപ്പം കഴിയുക. റോബിനെ പൂർണ്ണമായും വിശ്വസിച്ച വോവെ അവന്റെ കൂടെ തടവുകാരായിട്ട് പിടിച്ച ആളുകളുടെ കാര്യങ്ങൾ നോക്കുവാനായിട്ട് ഈ റോബിനെ തന്നെ അങ്ങ് ഏൽപ്പിച്ചു. അത് അവന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് വലിയൊരു ആശ്വാസവുമായി. വീണ്ടും 1-2 ദിവസങ്ങൾ കൂടി അവരവിടെ തന്നെ ക്യാമ്പ് ചെയ്തു. ഇതേ സമയം മറുഭാഗത്തുകൂടി ബഫോഗറിന്റെ പ്രവിശ്യയിൽ പ്രവേശിച്ച വൂസിംഗ്ടൺ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടാണ് അവർ കാത്തുനിന്നത്. പക്ഷെ ആ നീക്കം ബഫോഗർ പ്രഭു തടഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയും വൂസിംഗ്ടൺ പ്രഭുവിനെ അയാൾ വരുവാനായിട്ട് നോക്കി നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ വോവെ എന്ത് ചെയ്തു, അയാളുടെ ഈ സഖാവല സൈന്യം തിരികെ അവരുടെ രാജ്യത്തിലേക്ക് മടങ്ങുവാൻ തന്നെ തീരുമാനമെടുത്തു. നമ്മുടെ ഈ വീഡിയോ ധാരാളം പ്രവാസികളും കാണുന്നുണ്ട്. ഭാവിയിൽ അവരെ സാമ്പത്തികമായിട്ട് ബാധിക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. നാട്ടിലെ ചികിത്സയുടെ ചെലവുകളൊക്കെ അറിയാമല്ലോ. ചെറിയ ഒരു പനി വന്ന് ഹോസ്പിറ്റലിൽ പോയാൽ പോലും 10,000 ചെലവാണ്. ഇക്കാലത്ത് ചെറുപ്പക്കാർക്ക് പോലും വലിയ അസുഖങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ഹൃദ്രോഗങ്ങളോ ക്യാൻസറോ ഒക്കെ വന്നാൽ ചികിത്സിക്കുവാനായിട്ട് ലക്ഷങ്ങൾ ചിലവാകും. അങ്ങനെ വന്നാൽ പ്രവാസികൾ വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവൻ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരികയും ചെയ്യും. കൂടാതെ നമ്മുടെ മാതാപിതാക്കൾക്ക് പ്രായമാകും തോറും അസുഖങ്ങൾ കൂടി വരികയാണ്. അപ്പോൾ ട്രീറ്റ്മെന്റിനായിട്ട് ലക്ഷങ്ങൾ തന്നെ സമ്പാദിച്ചു വെക്കേണ്ടി വരും. എന്നാൽ പ്രവാസികളായ നിങ്ങൾ മാസം 800,000 രൂപ പോലുള്ള ചെറിയൊരു തുക മാറ്റിവെച്ച് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നാട്ടിൽ നിന്ന് തന്നെ എടുത്തു വെക്കുക. നാട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാളും 35% വരെ കുറവ് ചിലവേ വരികയുള്ളൂ. പ്രവാസികൾക്ക് അതിന്റെ കൂടെ 18% GST ഇളവും ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ അതിനും പുറമെ 25% വരെയും ഡിസ്കൗണ്ടും ലഭിക്കും. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ പ്ലാനുകളിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ കമ്പയർ ചെയ്ത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. നിങ്ങൾ നാട്ടിലില്ലെങ്കിലും പ്രായമായ മാതാപിതാക്കളുടെ ഡോക്ടർ അപ്പോയിന്റ്മെന്റ്, ലാബ് ടെസ്റ്റ് തുടങ്ങിയവ വിദേശത്തിരുന്നു പോലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ക്ലെയിം സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ചെയ്യുവാനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായവും ഉണ്ടാവും. മരുന്നുകൾ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന സൗകര്യവും ലഭ്യമാണ്. കൂടാതെ 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും ലഭിക്കും. പ്രമേഹം, BP പോലുള്ള ഏതെങ്കിലും മുൻകാല രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യ ദിവസം മുതൽ തന്നെ ഈ രോഗങ്ങൾക്ക് പരിരക്ഷ നൽകുന്ന പ്ലാനുകളും ലഭ്യമാണ്. നാട്ടിലുള്ള മാതാപിതാക്കൾക്ക് എടുക്കുന്ന കൂട്ടത്തിൽ പ്രവാസികളായ നിങ്ങൾക്കും വേണമെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാവുന്നതുമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രവാസികൾ അന്യനാട്ടിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്ത് നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക. അല്ലെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതി. പുതിയ കാടുകൾ, കാണാത്ത നാടുകൾ, ഒന്നും പഴയതുപോലെയല്ല. കാട്ടിലെ മരങ്ങൾ നിറയെ വിവിധ ഇനം കുരങ്ങന്മാരും ബബൂണുകളുമാണ്. മൈതാനങ്ങളിൽ ഹട്ടോയി കളകളെ തീരെ കാണാനില്ല. പക്ഷേ അനേകം കാട്ടുപന്നികളുടെ കൂട്ടങ്ങളെ വഴിയിൽ കാണാൻ സാധിച്ചു. കൂടാതെ വിവിധ ഇനം പക്ഷികളുടെ സാന്നിധ്യം മനസ്സിന് കുളിരേകി.
ചെറു ഗ്രാമങ്ങളിൽ കണ്ട കാലുകൾ റോബിൻ ഇതുവരെയും കണ്ടതിൽ വെച്ചും വലിപ്പമേറിയവയാണ്. 1-2 ദിവസങ്ങൾക്കകം ഈ പ്രഭുക്കന്മാർ ഓരോരുത്തരായിട്ട് അവരവരുടെ ഗ്രാമങ്ങളിലേക്ക് പോയി തുടങ്ങി. റോബിനെയും കൂട്ടരെയും നേരെ രാജാവിന്റെ കൊട്ടാരത്തിലേക്കാണ് ഈ വോവെ കൊണ്ടുപോയത്. കാരണം റോബിന്റെ ഇപ്പോഴത്തെ യജമാനായിട്ടുള്ള വോവെ അയാളുടെ മുത്തച്ഛനായിരുന്നു അദ്ദേഹം. റോബിൻ തന്റെ ജീവിതത്തിൽ ഇതുവരെയും കണ്ടതിലേക്കും ഏറ്റവും ഭീകരരൂപിയായിരുന്നു ആ രാജാവ്. കണ്ടാൽ വിരണ്ടു പോകുന്ന രീതിയിലുള്ള നോട്ടവും വേഷഭൂഷാദികളും. പതിവ് പോലെ അയാൾ റോബിനെ അരികിൽ വിളിച്ചിട്ട് അവന്റെ ചരിത്രമൊക്കെ ചോദിച്ച് അറിഞ്ഞു. ഇതുപോലെ മറ്റൊരു ഇംഗ്ലീഷുകാരൻ കൂടി ഇവിടെയും ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. 6-7 വർഷങ്ങളായിട്ട് അയാൾ ഇവിടെ തന്നെ താമസിച്ചു വരികയാണ്. വിൽ എന്നാണ് പേര്. ഇപ്പോൾ എവിടെയോ പോയിരിക്കുകയാണ്, ഏതോ യാത്രയിലാണ്. അയാൾ തിരികെ വരുമ്പോഴേക്കും റോബിന്റെ അരികിലേക്ക് അയക്കാമെന്നും രാജാവ് പറഞ്ഞു. പിന്നീട് റോബിനും കൂട്ടരും അവിടം വിട്ട് വീണ്ടും 2 ദിവസങ്ങളോളം നടന്നിട്ട് അവസാനം ഈ റോബിന്റെ പുതിയ യജമാനായിട്ടുള്ള വോവയുടെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ഇവിടെ റോബിന്റെ ജീവിതം രാജകീയമായിരുന്നു. അടിമകളുടെ മേൽനോട്ടമായിരുന്നു അവന്റെ ജോലി. പക്ഷേ അധികം വൈകാതെ വോവെ അവന് അപകടം പിടിച്ച മറ്റൊരു ജോലി കൊടുത്തു. വേറൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയെ ശ്രദ്ധിക്കണം എന്ന വിചിത്രമായ ജോലിയായിരുന്നു അത്. കാരണം മറ്റൊന്നുമല്ല, സംശയം അത്ര തന്നെ. റോബിന്റെ കൂടെയോ അല്ലെങ്കിൽ വോവയുടെ കൂടെയോ മാത്രമല്ലാതെ മറ്റൊരാളുടെ കൂടത്തിൽ പുറത്തു പോകാനായിട്ട് അവർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. ഇക്കാര്യത്തിൽ അവർക്ക് ഉള്ളിൽ നീരസം ഉണ്ടായിരുന്നുവെങ്കിലും അവരത് പുറമേ കാണിച്ചില്ല. അങ്ങനെ 9 മാസങ്ങൾ കടന്നുപോയി. ഒരു നാള് വോവെ പറഞ്ഞു, നമുക്ക് ദൂരെ വടക്കുള്ള എൻ്റെ ബന്ധുക്കളെ ഒന്ന് സന്ദർശിച്ചിട്ട് വരാം. നീണ്ട യാത്രയാണ്, അതുകൊണ്ട് തയ്യാറെടുത്തുകൊള്ളുക. പട്ടണത്തിലെ മൂപ്പന്മാരും അവരുടെ കുടുംബങ്ങളും അടിമകളും എല്ലാവരും കൂടിയിട്ട് ഒരു വൻ ജനാവലിയാണ് ആ യാത്രയ്ക്കായിട്ട് തിരിച്ചത്. വിശാലമായൊരു ചതുപ്പ് നിലവും ഒരു നദിയും കടന്നിട്ട് വേണം അപ്പുറത്തെ രാജ്യത്ത് എത്തിച്ചേരുവാൻ. ചതുപ്പിൽ നിറയെ മുതലകളായിരുന്നു. അക്കൂട്ടത്തിൽ ഒന്ന് റോബിനെ ആക്രമിച്ചെങ്കിലും പുറകെ വന്നവർ ഒച്ച വെച്ച് ആളെ കൂട്ടി അതിനെ പേടിപ്പിച്ചകറ്റി. പിന്നീട് ചെറു വഞ്ചികളിലാണ് അവർ നദി മറികടന്നത്. ഇതിനപ്പുറമുള്ള നാട് ഭരിക്കുന്നത് ഈ വോവയുടെ പേരപ്പനാണ്, അതായത് രാജാവിന്റെ മൂത്ത മകൻ. ഇപ്രാവശ്യം പക്ഷേ റോബിന്റെ കഥ കേൾക്കുവാനായിട്ട് ഇവിടുത്തെ പ്രഭുവും 12 ഭാര്യമാരും മക്കളും മൂപ്പന്മാരും അവരുടെ കുടുംബങ്ങളും കൂടി ഒരു വലിയ വൻ ജനാവലി തന്നെ ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഈ റോബിന് നാട് പറ്റാൻ സാധിക്കട്ടെ എന്ന് അവർ ആശംസിക്കുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ അവിടെ നിന്നും മറ്റൊരു പാത വഴി മടക്കയാത്ര ആരംഭിച്ചു. അധികം വൈകാതെ തന്നെ അവർ വോവയുടെ മറ്റൊരു ബന്ധുവിന്റെ ഗ്രാമത്തിന് പുറത്തെത്തി. പക്ഷെ അയാളും ഇതുപോലെ തന്നെ മറ്റൊരു ദൂരയാത്രയ്ക്ക് പോയിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഉടൻ തന്നെ വോവെ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ഭാര്യയോടും മറ്റ് ബന്ധുക്കളോടും ഉടൻ തന്നെ നാട്ടിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളാനായിട്ട് അദ്ദേഹം ഉത്തരവിട്ടു. എന്നാൽ റോബിനെ അയാൾ കൂടെ തന്നെ നിർത്തി. എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴാണ് പദ്ധതിയുടെ ചുരുള് നിവർന്നത്. ഈ ബന്ധുവിന്റെ ഭാര്യ വോവയുടെ മുൻ ഭാര്യയാണ്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്ന ആളാണ് ഇവള്. പണ്ടൊരു ദേഷ്യത്തിന് ഉപേക്ഷിച്ച് കളഞ്ഞതാണ്. പക്ഷെ ഇപ്പോഴ് ഭർത്താവ് സ്ഥലത്തില്ല എന്ന് കേട്ടപ്പോഴേക്കും വോവയ്ക്ക് അവളെ കാണാനൊരു പൂതി. ഈ പട്ടണത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ജമൈക്കക്കാരൻ താമസമുണ്ട്. റോബിൻ ചെന്ന് അയാളെ കണ്ടെത്തണം. അയാൾ വഴി വോവ എത്തിയ വാർത്ത ഈ മുൻ ഭാര്യയുടെ അരികിൽ എത്തിക്കാം. അങ്ങനെ റോബിൻ ലെവിസ് എന്ന ജമൈക്കൻ വംശജനെ കണ്ടെത്തി. അയാളുടെ ഭാര്യ വഴി വോവയുടെ മുൻ ഭാര്യയുടെ കാതിൽ വാർത്ത എത്തിക്കുകയും ചെയ്തു. കേട്ട പാതി കേൾക്കാത്ത പാതി അവര് ഒരു തോഴിയെയും കൂട്ടിയിട്ട് ലെവിസിന്റെ വീട്ടിലെത്തി. രാത്രിയിൽ അടുത്ത കാട്ടിൽ വെച്ച് സന്ധിക്കാം എന്നാണ് അവർ പറഞ്ഞത്. കൂട്ടത്തിൽ വോവയ്ക്കും റോബിനും കുടിക്കുവാനുള്ള മദ്യവും അവർ കരുതിയിട്ടുണ്ടായിരുന്നു. റോബിൻ ഉടൻ തന്നെ ഈ സന്തോഷ വർത്തമാനം വോവയെ അറിയിച്ചു. അന്ന് രാത്രിയിൽ നല്ല നിലാവുണ്ടായിരുന്നു. പദ്ധതി അനുസരിച്ചിട്ട് റോബിനും വോവയും നേരത്തെ തന്നെ കാട്ടിലെത്തി ഒളിച്ചിരുന്നു. ആ ലെവിസ് ജമൈക്കക്കാരൻ ഈ റാണിയെയും കൊണ്ട് വോവയുടെ മുൻ ഭാര്യയെയും കൊണ്ട് പറഞ്ഞ സമയത്ത് തന്നെ അവിടെ എത്തി. അവളുടെ വിശ്വസ്തയായിട്ടുള്ളൊരു തോഴിയും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ആ തോഴിയാകട്ടെ എല്ലാവർക്കും ഭക്ഷിക്കാനുള്ള സാധനങ്ങളും കൂടെ കരുതിയിട്ടുണ്ടായിരുന്നു. ശേഷം റോബിനും മറ്റുള്ളവരും പതിയെ രംഗത്തു നിന്നും വിടവാങ്ങി. അത് കഴിഞ്ഞിട്ട് റോബിൻ ലെവിസിന്റെ കൂടെ കുടിച്ചും ഭക്ഷിച്ചും സമയം തള്ളി നീക്കി. പ്രഭാതമാകാറായി കഴിഞ്ഞപ്പോഴേക്കും വോവയുടെ വിസിൽ കേട്ടു. പെണ്ണുങ്ങൾ തിരികെ പോയി കഴിഞ്ഞപ്പോഴേക്കും വോവെ റോബിനോട് പറഞ്ഞു, ഇനി പകലും മുഴുവൻ നാം പന്നികളെ പോലെ പെരുമാറണം. റോബിന് കാര്യം മനസ്സിലായി. പകൽ എവിടെയെങ്കിലും മാറി ആരുടെയും കണ്ണിൽ പെടാതെ കഴിയണമെന്നാണ് വോവെ പറയുന്നത്. കാരണം നാളെ വീണ്ടും തിരികെ വരേണ്ടതാണ്. അവരിരുവരും ഒളിച്ചിരിക്കാനായിട്ട് പറ്റുന്ന മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന വഴി അവരെ കണ്ട് ഭയന്നിട്ട് ഇറച്ചിയും തേനുമായിട്ട് നടന്നു വന്ന ഒരു സാധു മനുഷ്യൻ അതെല്ലാം ഉപേക്ഷിച്ച് ഓടിക്കളഞ്ഞു. എന്തായാലും ഇറച്ചിയും തേനും കിട്ടിയതോടെ അവർക്ക് പകൽ മുഴുവൻ കുശാലായിട്ട് ഭക്ഷണം കഴിക്കുവാനായിട്ട് സാധിച്ചു. ശേഷം അന്ന് രാത്രി വോവയും മുൻ ഭാര്യയും വീണ്ടും സന്ധിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ എല്ലാവരോടും യാത്ര പറയുകയും അവിടെ നിന്നും ധൃതിയിൽ സ്ഥലം വിടുകയും ചെയ്തു. കാരണം രാവിലെ ആളുകൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അതിർത്തി കടക്കണം. 6.5 അടി ഉയരമുണ്ടായിരുന്ന വോവെ ഉയരം കൊണ്ടും റോബിൻ തന്റെ നിറം കൊണ്ടും ആരാലും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. ഇവർ ഊടുവഴികൾ തിരഞ്ഞെടുത്താണ് പോയതെങ്കിലും അവിടെയും ഇവിടെയും ആളുകളുടെ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ മുള്ളുകൾ നിറഞ്ഞ കാട്ട് പാതകൾ അതിലൂടെയാണ് അവർക്ക് നടക്കേണ്ടി വന്നത്. ആ ഗ്രാമത്തിന് പുറത്ത് ഇവർ രണ്ടുപേരെയും കാത്ത് ഈ വോവയുടെ പരിചാരകര് ബാക്കിയുള്ള കുറച്ച് സേവകർ കാത്തു നിൽപ്പുണ്ടായിരുന്നു.
മുഖമൊഴികെ സകല ശരീരഭാഗങ്ങളും മുള്ളുകുത്തി പരിക്കേറ്റ നിലയിൽ, ചോര ഒലിപ്പിക്കുന്ന നിലയിൽ ഇരുവരെയും കണ്ടതോടെ അവർക്ക് ചിരിയടക്കാനായില്ല. ശേഷം അവിടെ നിന്നും തിരികെ വരും വഴി അവർ വോവയുടെ തോട്ടങ്ങളും കാലിക്കൂട്ടങ്ങളെയും സന്ദർശിച്ചു. ഈ ദ്വീപിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമാണ് ഇത്. 10,000-കണക്കിന് കാലുകളാണ് മൈതാനങ്ങളിൽ മേഞ്ഞു നടക്കുന്നത്. രാജാവിന്റെ കാലുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ദേഹത്ത് പ്രത്യേകം അടയാളങ്ങൾ ഉണ്ടാവും. അവ മാത്രം 3000-ഓളം വരും. പിന്നീട് അവർ ഒരിക്കൽ കൂടി രാജാവിനെ കാണുവാനായിട്ട് തലസ്ഥാനത്തേക്ക് തിരിച്ചു. റോബിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. രാജാവ് പറഞ്ഞ ആ ഇംഗ്ലീഷുകാരനെ കണ്ടുപിടിക്കുക. വില്യം തോൺബെറി എന്നായിരുന്നു അയാളുടെ പേര്. അയാൾ ഇവിടെ എത്തിയിട്ട് 9 വർഷങ്ങൾ കഴിഞ്ഞു. റോബിനെ പോലെ തന്നെ പയ്യനായിരുന്നപ്പോൾ കപ്പൽ കയറിയതാണ്. അവസാനം കടൽക്കൊള്ളക്കാർ അവനെ പിടികൂടുകയും ഇവിടെ ഇറക്കി വിടുകയും ചെയ്തു. ഇതിനിടെ വില്യമിന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേര് പനിയും ജ്വരവും ഒക്കെ ബാധിച്ച് മരണപ്പെട്ടു. അങ്ങനെ വില്യം ഇപ്പോൾ ഈ രാജാവിന്റെ കൂടെ കഴിയുകയാണ്. തുറമുഖത്ത് ഏതെങ്കിലും കപ്പലുകൾ അടുക്കുവാനും വേണ്ടിയിട്ട് റോബിനെ പോലെ തന്നെ വില്യമും വർഷങ്ങളായിട്ട് കാത്തിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ റോബിന്റെ ജീവിതവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോഴേക്കും വില്യം ഭാഗ്യവാനാണ്. കാരണം അവൻ ഒരിക്കലും അടിമയായിട്ട് കഴിയേണ്ടി വന്നിട്ടില്ല. പിറ്റേ ദിവസം രാജാവ് വലിയൊരു സഭ വിളിച്ചു ചേർത്തു. അന്ന് അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന സകല പ്രമാണിമാരും അവിടെ എത്തിയിരുന്നു. കൂട്ടത്തില് തന്റെ മുഖത്ത് തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ കണ്ടിട്ട് റോബിൻ സന്തോഷം കൊണ്ട് മതിമറന്നു. റായ് നന്നോ. റോബിനെ ഇവിടെ കണ്ടതിൽ റായ് നന്നോ അതിയായ സന്തോഷം പ്രകടിപ്പിച്ചു. അതോടൊപ്പം സെയിന്റ് അഗസ്റ്റിനിൽ ഒരു കപ്പൽ പോലും വരാത്തതിൽ അദ്ദേഹം വിഷമം പ്രകടിപ്പിക്കുകയും ചെയ്തു. എങ്കിലും ഇവിടെ റോബിൻ അടിമയല്ലല്ലോ എന്ന സത്യം അദ്ദേഹത്തിന് ആഹ്ലാദമേകി. സന്തോഷകരമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത്. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. റോബിൻ ഈ നാട്ടിലെ ആരുടെയും അടിമയൊന്നുമല്ല. എങ്കിലും ആ പ്രദേശം വിട്ടിട്ട് പുറത്തു പോകുവാനായിട്ട് അവന് അനുമതിയില്ലായിരുന്നു. അങ്ങനെ ഒരു നാള് ഞെട്ടിക്കുന്ന ഒരു വാർത്ത അവന്റെ ചെവിയിലെത്തി. കുറച്ച് അകലെയുള്ള തുറമുഖത്ത് ഒരു കപ്പൽ അടുത്തിരിക്കുന്നു. സന്തോഷം കൊണ്ട് റോബിൻ കരഞ്ഞുപോയി. പക്ഷെ അവന് അവിടെ വിട്ട് പുറത്തു പോകാനായിട്ട് അനുവാദമില്ലല്ലോ. യജമാനൻ വോവയാണെങ്കിൽ സ്ഥലത്തില്ല താനും. കപ്പൽ വന്നിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് റോബിൻ വിവരം അറിഞ്ഞത് തന്നെ. അവൻ അതിവേഗം വോവയുടെ ഒരു സുഹൃത്തിനെ കണ്ടെത്തി കാര്യങ്ങൾ ധരിപ്പിച്ചു. കപ്പൽ വന്നിരിക്കുന്നത് അടിമകളെ കൊണ്ടുപോകാനാണ്. വോവെ അടിമകളെ വിൽക്കുന്ന കൂട്ടത്തിൽ റോബിനെ കൂടി വിറ്റാൽ കാര്യങ്ങൾ എളുപ്പമാവും. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞു, ഒന്നും നടന്നില്ല. അവസാനം റോബിൻ സ്വന്തം വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കി. അവൻ ഒരു ഇലയിൽ താൻ ആരാണെന്നും എവിടെയാണ് ഉള്ളതെന്നും ഒരു 4 വരിയിൽ എഴുതിയിട്ട് ഒരു നാട്ടുകാരനെ ഏൽപ്പിച്ചു. ശേഷം അയാളോട് വേഗം തുറമുഖത്തെത്തിയ ശേഷം ഏതെങ്കിലും വെള്ളക്കാരന് ഇത് കൊടുക്കുവാനായിട്ട് ചട്ടം കെട്ടി. പക്ഷെ അവൻ തിരികെ വന്ന് പറഞ്ഞ കാര്യങ്ങൾ റോബിന്റെ ഹൃദയം തകർത്ത് കളഞ്ഞു. കടൽ തീരത്ത് കണ്ട ഒരു വെള്ളക്കാരന് ആ കുറിപ്പ് കൊടുത്തെങ്കിലും അയാൾ അത് കാര്യമാക്കാതെ വലിച്ചു കീറി കളയുകയാണ് ഉണ്ടായത്. കപ്പൽ അന്ന് തന്നെ തുറമുഖം വിടുകയും ചെയ്തു. വില്യം തോൺബെറി ആ കപ്പലിൽ കയറി രക്ഷപ്പെട്ടു എന്ന വാർത്തയാണ് റോബിനെ കൂടുതൽ വേദനിപ്പിച്ചത്. അവൻ തന്നെക്കുറിച്ച് ഒരക്ഷരം പോലും ആ കപ്പലിൽ ആരോടും പറഞ്ഞു കാണില്ല. അല്ലെങ്കിൽ ആരെങ്കിലും തന്നെ തേടി ഇവിടെ എത്തിയേനെ. ഇതെല്ലാം ഓർത്തിട്ട് റോബിന്റെ ഹൃദയം വേദന കൊണ്ട് നുറുങ്ങി. അവൻ അടുത്തുള്ള കാട്ടിലേക്ക് ഓടിപ്പോയിട്ട് അവിടെ ഇരുന്ന് മണിക്കൂറുകളോളം ആരും കാണാതെ ഉറക്കെ കരഞ്ഞു. ദിവസങ്ങളോളം നീണ്ട ഹൃദയവേദന റോബിന് മാരകമായ പനിയാണ് സമ്മാനിച്ചത്. അവസാനം പനി കൂടി റോബിന് തീരെ നടക്കാൻ വയ്യെന്നായി. ദേഹം മുഴുവനും ചൊറിഞ്ഞു പൊട്ടി നീരൊഴുകുവാനായിട്ട് തുടങ്ങി. അതോടുകൂടി അവനെ കൂടുതൽ ചികിത്സയ്ക്കായിട്ട് വോവെ ദൂരെയുള്ള നാടോടികളായിട്ടുള്ള വസീംബ ഗോത്രക്കാരുടെ അരികിലേക്ക് അയച്ചു. ഇക്കൂട്ടരെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. മുമ്പ് മുന്നാൻ സാക്കിന്റെ കാലുകളെ മേയിച്ച് നടന്ന സമയത്ത് റോബിൻ താൻ രാജാവാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് സമ്മാനങ്ങൾ നേടിയെടുത്തത് ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയാണ്. മഡഗാസ്കർ ദ്വീപിലെ യഥാർത്ഥ ആദിവാസികളാണ് വസീംബകൾ. 6 മാസക്കാലം എന്തൊക്കെയോ ലേപനങ്ങൾ പുരട്ടിയിട്ട് അവർ ഈ റോബിനെ ചികിത്സിച്ചു. മൺകലങ്ങളും ചട്ടികളും ഉണ്ടാക്കുന്നതിൽ വസീംബകൾ സമർത്ഥരായിരുന്നു. ഭൂതപ്രേത പിശാചുക്കളിൽ വിശ്വാസം ഉണ്ടായിരുന്ന ഇവര് ഭക്ഷണത്തിന് മുമ്പ് ഒരു നുള്ള് പുറകിലേക്ക് എറിഞ്ഞിട്ട് ഈ ഭൂതങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ വോവെ മനഃപൂർവ്വമാണ് തന്നെ തുറമുഖത്തേക്ക് അയക്കാതിരുന്നത് എന്ന് റോബിന് പിടികിട്ടി. ഒരുപക്ഷെ അത് അവനോടുള്ള അമിത സ്നേഹം കൊണ്ടാവാം. എന്തായാലും ഫലത്തിൽ റോബിൻ വീണ്ടും അടിമ തന്നെ. അതോടുകൂടി ഇനിയും വോവയുടെ കൂടെ കഴിയുന്നത് അപകടമാണ് എന്ന് റോബിൻ തിരിച്ചറിഞ്ഞു. ഒരുപക്ഷെ ഇനിയൊരു കപ്പൽ തുറമുഖത്ത് അടുത്താൽ റോബിൻ അറിഞ്ഞതുപോലും വരില്ല. ഇങ്ങനെ ജീവിക്കാനൊന്നും അല്ലല്ലോ അവൻ തന്റെ പ്രിയ ഭാര്യയെപ്പോലും ഉപേക്ഷിച്ച് കാതങ്ങൾ താണ്ടി ഇവിടെ എത്തിയത്. പിറ്റേ ദിവസം വസീംബുകളുടെ കൂട്ടത്തിൽ ഒരാളോട് തന്നെ നദിയുടെ മറുവശത്ത് വള്ളത്തിൽ കൊണ്ടുവിടുവാൻ വേണ്ടിയിട്ട് റോബിൻ അപേക്ഷിച്ചു. ഒരു കൂട്ടുകാരനെ കണ്ട് മടങ്ങി വരാം എന്നാണ് അവൻ അവരോട് പറഞ്ഞത്. അങ്ങനെ ഒരു വിധത്തില് അപ്പുറം കടന്നു കിട്ടിയ റോബിൻ ഒട്ടും കാത്തു നിൽക്കാതെ ഓടി അടുത്തുള്ള ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അവിടം ഭരിക്കുന്നത് മോമെ എന്ന പ്രഭുവാണ്. വോവയുടെ ബന്ധുവാണെങ്കിലും നല്ലവനാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. റോബിൻ നേരെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഓടിക്കയറി. അവിടെ റോബിൻ തന്റെ കഥ ഒരാവർത്തി കൂടി അയാളോട് വിശദീകരിച്ചു. വോവെ കപ്പലിൽ വിടാതെ അവനെ ചതിച്ച കാര്യം കേട്ടിട്ട് മോമെ ക്രുദ്ധനായി. അവനെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് അദ്ദേഹം ശപഥം ചെയ്തു. വോവയ്ക്ക് നീ യുദ്ധത്തടവുകാരനായിരിക്കാം, പക്ഷേ എനിക്ക് നീ അഭയം ചോദിച്ചെത്തിയ ഒരു സാധുവാണ്. ഞാൻ നിന്നെ അങ്ങനെ കരുതൂ. എന്റെ ഭാര്യ നിനക്ക് അമ്മയുമായിരിക്കും. എന്തായാലും മോമെ വാക്ക് പാലിച്ചു.
റോബിനെ തേടി വന്ന വോവയുടെ ആളുകളെ അദ്ദേഹം പരിഹസിച്ച് തിരികെ അയച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ അവനോട് വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് പെരുമാറിയത്. റോബിന്റെ വിധി ഓർത്ത് അവർ ഇടയ്ക്കിടെ കരയുമായിരുന്നു. എപ്പോഴും നിരാശയോടെ ഇങ്ങനെ വ്യസനിച്ച് നടക്കുന്ന നമ്മുടെ റോബിനെ ജീവിതത്തിലേക്ക് തിരികെ മടക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ഒരു ഉപായം കണ്ടെത്തി. അവനെ കല്യാണം കഴിപ്പിക്കുക. റോബിനെ ആദ്യമൊക്കെ എതിർത്തെങ്കിലും അവർ മോമയെ കൊണ്ട് അവനെ അവസാനം സമ്മതിപ്പിച്ചെടുത്തു. താൻ എതിർത്തു എന്നൊക്കെ റോബിൻ തള്ളിയതാവാനാണ് സാധ്യത. അങ്ങനെ അവരുടെ പരിചാരികമാരിൽ ഒരാൾ അവൻ്റെ ഭാര്യയായി. നിർബന്ധപൂർവമല്ല, അവളുടെ സമൂഹത്തോടു കൂടി തന്നെയാണ് ആ വിവാഹം നടന്നത് എന്നാണ് റോബിൻ പറയുന്നത്. ഇതിനിടെ ഒരു ദിവസം പഴയ യജമാനൻ വോവെ ബന്ധുവായിട്ടുള്ള ഈ മോമയെ കാണുവാൻ വേണ്ടിയിട്ട് അവിടെ എത്തി. പറഞ്ഞ് അവസാനം വിഷയം ഈ റോബിൻ്റെ കഥയായി മാറി. പക്ഷേ ഈ നമ്മുടെ മോമയുണ്ടല്ലോ, അയാൾ തൻ്റെ വാക്ക് ചതുരത്താൽ ഈ വോവെ ചെയ്തത് തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു. അവസാനം അയാൾ റോബിനോട് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. കൂട്ടത്തിൽ അടുത്ത് വന്നിട്ട് അയാളുടെ ആ പഴയ രഹസ്യം ഉണ്ടല്ലോ, അത് ആരോടും പറയരുത് എന്ന് ഈ റോബിനോട് അയാൾ നമ്മുടെ ഈ വോവെ പറയുകയും ചെയ്തു. അങ്ങനെ ഇരുവരും സുഹൃത്തുക്കളായിട്ട് തന്നെയാണ് പിരിഞ്ഞത്. വീണ്ടും മാസങ്ങൾ കടന്നുപോയി. മോമയുടെ കൂടെ ഉണ്ടായിരുന്ന നാളുകൾ റോബിൻ നന്നായിട്ട് തന്നെ ആസ്വദിച്ചു. ഒരച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹമാണ് അവന് നൽകിയത്. റോബിനത് ആവുവോളം ആസ്വദിച്ചെങ്കിലും അവൻ സ്വന്തം മാതാപിതാക്കളെ ഓർത്ത് കരയാതിരുന്ന ഒരു ദിവസം പോലും പിന്നീട് ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. റോബിൻ ഇപ്പോഴും താമസിക്കുന്നതിനരികെ വലിയൊരു തടാകമുണ്ടായിരുന്നു. അതിനുള്ളിൽ അനേകം ചെറിയ ദ്വീപുകളും ചെറു തോണികളിൽ ആ തടാകത്തിൽ പോയിട്ട് മീൻ പിടിക്കാൻ പോകുന്നതായിരുന്നു ഈ മോമെ പ്രഭുവിൻ്റെ വിനോദം. റോബിനും പ്രഭുവും ഒക്കെ മീനുകളിൽ തന്നെ നോക്കി അതിനെ പിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും കൂടെയുള്ളവർ മുതലകളെ നേരിടും. രസകരമായ ആ നാളുകൾ നമ്മുടെ ഈ റോബിൻ്റെ മനസ്സിലെ ദുഃഖങ്ങളെ ഒരു പരിധിവരെയും അകറ്റി എന്ന് തന്നെ പറയാം. കൂടാതെ മോമെ അവന് 1-2 കന്നുകാലികളെ സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്തു. അവയെ നോക്കലായിരുന്നു പിന്നീട് റോബിൻ്റെ വിനോദം. താമസിയാതെ അവ പെറ്റുപെരുകയും റോബിൻ സ്ഥലത്തെ ധനികനായ ഒരാളായി മാറുകയും ചെയ്തു. അങ്ങനെ വീണ്ടും 2.5 കൊല്ലം എങ്ങനെയോ കടന്നുപോയി. ഒരു നാൾ വൈകുന്നേരം റോബിൻ മോമയുടെ കൂടെ വീടിന് വെളിയിൽ ഇരിക്കുകയായിരുന്നു. ആ സമയം അകലെ നിന്നും 2 അടിമകൾ അവരെ കാണുവാനായിട്ട് അടുത്ത് വന്നു. ശേഷം അവരൊരു പൊതി മോമയെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, തുറമുഖത്ത് 2 കപ്പലുകൾ അടുത്തിട്ടുണ്ട്. അതിലൊന്നിൻ്റെ ക്യാപ്റ്റൻ നിങ്ങളുടെ കൂടെയുള്ള വെള്ളക്കാരന് തരുവാൻ ഏൽപ്പിച്ച ഒരു കത്ത് അതിൻ്റെ ഉള്ളിലുണ്ട്. ഒരു നിമിഷം റോബിൻ്റെ ശ്വാസം നിലച്ചു. ഒരു വിറയലോടെ അവൻ ആ കത്ത് പൊട്ടിച്ചു. ആ കത്ത് ഇങ്ങനെയായിരുന്നു: മഡഗാസ്കറിലെ റോബർട്ട് ഡ്രൂറിക്ക്, ഞാൻ ക്യാപ്റ്റൻ വില്യം മാക്കറ്റ്. ഇംഗ്ലണ്ടിലുള്ള താങ്കളുടെ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങളെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ കപ്പലുകളും എത്തിയിട്ടുണ്ട്. ഇതായിരുന്നു ആ സന്ദേശം. കൂടാതെ റോബിന് മറുപടി എഴുതാനുള്ള ഒരു കടലാസും പേനയും കൂടി ആ പൊതിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഇത്രയും നാളത്തെ കാത്തിരിപ്പിന് അവസാനമായിരിക്കുകയാണ്. ദ്വീപിലെ ജീവിതത്തിന് ഇതാ ഒരു അവസാനം. ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ഈ ഒരു അവസരം ഒരിക്കലും നടക്കുമെന്ന്, ഇങ്ങനെയൊരു സംഭവം ഒരിക്കലും നടക്കുമെന്ന് റോബിൻ ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഈ ദ്വീപിൽ തന്നെ ജീവിച്ച് മരിക്കേണ്ടി വരും എന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. താൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് ക്യാപ്റ്റൻ വില്യം മാക്കറ്റിനും തൻ്റെ പിതാവിനും എങ്ങനെയാണ് പിടികിട്ടിയത്? അടുത്ത നിമിഷം റോബിന് കാര്യം പിടികിട്ടി. അവൻ കണ്ണുകളടച്ച് ആ പഴയ ഇംഗ്ലീഷുകാരൻ വില്യം തോൺബെറിക്ക് നന്ദി പറഞ്ഞു. ഉറപ്പായിട്ടും അയാൾ റോബിൻ ഇവിടെയുള്ള കാര്യം നാട്ടിൽ അറിയിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അവൻ ഈ ദ്വീപിൽ കൃത്യം ഇതേ സ്ഥലത്താണ് ഉള്ളതെന്ന് ഇവരെങ്ങനെ അറിയുവാനാണ്? സന്ദേശങ്ങൾ ഇങ്ങനെ എഴുതി കൈമാറാം എന്നുള്ളത് മോമയ്ക്ക് പുതിയ അറിവായിരുന്നു. മുമ്പ് ചില അറബി വ്യാപാരികൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിരുന്നുവെങ്കിലും അതൊക്കെ ഏതോ ശക്തികൾ വഴി ചെയ്യുന്നതാകാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ധാരണ. റോബിൻ്റെ മുഖത്തെ മാറ്റം മനസ്സിലാക്കി അദ്ദേഹം അവനോട് ചോദിച്ചു, നിനക്ക് പോകണമെന്ന് നിർബന്ധമാണോ? ഇവിടെ നിനക്ക് ഭാര്യയുണ്ട്, അമ്മയുണ്ട്, പിന്നെ അച്ഛനായ ഞാനും. നിനക്ക് എന്ത് കുറവാണ് ഇവിടെ ഉള്ളത്? വേണമെങ്കിൽ ഇനിയും കൂടുതൽ കാലികളെയും അടിമകളെയും കൃഷി ചെയ്യുവാനായിട്ട് ധാരാളം ഭൂമിയും ഞാൻ നൽകാം. നിനക്ക് എൻ്റെ കൂടെ നിന്നുകൂടെ? അതും പോരെങ്കിൽ എൻ്റെ പുത്രൻ എന്ന നിലയിലുള്ള സകലവിധ അവകാശങ്ങളും ഞാൻ തരാം. നീ ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ. സത്യത്തിൽ അവനോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം മൂലമാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത്. ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇറങ്ങി വന്നു. അവരും വിങ്ങിക്കൊണ്ടാണ് ഇതേ കാര്യങ്ങൾ റോബിനോട് ആവർത്തിച്ചത്. എന്നാൽ റോബിൻ തൻ്റെ വിചാരങ്ങൾ അവരോട് വിശദീകരിച്ചു. ഇതുപോലെ തന്നെ എൻ്റെ വരവും കാത്ത് വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു അച്ഛനും അമ്മയും സഹോദരങ്ങളും എനിക്കുണ്ട്. മരിച്ചു എന്ന് കരുതിയ ഞാൻ ജീവനോടെ ഇപ്പോഴും ഇരിപ്പുണ്ട് എന്നുള്ള കാര്യം അവരെ അറിഞ്ഞു കഴിഞ്ഞു. അവരെ ഞാനൊന്ന് പോയി കാണട്ടെ. ഞാൻ നിങ്ങളെ വിട്ടിട്ട് എന്നേക്കുമായിട്ടൊന്നും പോവുകയല്ല. ഒരു നാൾ ഞാൻ തിരികെ വരും. നിങ്ങളെ കാണും, ഉറപ്പാണ്. ഈ വിധം കാര്യങ്ങൾ പറഞ്ഞ് റോബിൻ ഒരു വിധത്തിൽ അവരെ ആശ്വസിപ്പിച്ചു. തന്നെ വിട്ടുകൊടുക്കുന്നതിന് പകരമായിട്ട് എന്ത് സമ്മാനമാണ് ആഗ്രഹിക്കുന്നത് എന്ന് മോമയോട് റോബിൻ ചോദിച്ചു. ഒന്നും വേണ്ട എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഒരു തോക്ക് കിട്ടിയാൽ കൊള്ളാം എന്നൊരാഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു. അങ്ങനെ പിറ്റേ ദിവസം റോബിൻ കടൽ തീരത്തേക്ക് യാത്രയായി. നടക്കുന്നതായിട്ടൊന്നും അവന് തോന്നിയതേയില്ല. മനസ്സിനും ശരീരത്തിനും അത്രയ്ക്ക് ഭാരക്കുറവ് അനുഭവപ്പെട്ടു. എന്തെന്നില്ലാത്ത ഭ്രാന്തമായ ഒരു ആവേശം അവനിൽ ആളിക്കത്തി. ഇത് സ്വപ്നമാണോ എന്ന് പോലും റോബിൻ സംശയിച്ചു.
നടന്ന് കടൽ തീരത്തെത്തിയത് അവൻ അറിഞ്ഞതേയില്ല. അവിടെ കപ്പലുകൾ ഒന്നല്ല 2 നങ്കൂരമിട്ട് കിടപ്പുണ്ടായിരുന്നു. ഡ്രേക്ക്, സാറ എന്നിങ്ങനെയായിരുന്നു ആ പേരുകൾ. അതിൽ ഡ്രേക്ക് കപ്പലിന്റെ ക്യാപ്റ്റൻ ആണ് വില്യം മാക്കറ്റ്. തീരത്ത് റോബിനെ കണ്ടതോടെ അവിടെ ഉണ്ടായിരുന്ന കപ്പലിലെ ജോലിക്കാർ ഉടൻ തന്നെ കപ്പലിലുണ്ടായിരുന്ന വില്യം മാക്കറ്റിന് സന്ദേശം അയച്ചു. താങ്കൾ തേടിക്കൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് കാട്ടുമനുഷ്യൻ ഇതാ തീരത്ത് എത്തിയിരിക്കുന്നു. അധികം വൈകാതെ തന്നെ ക്യാപ്റ്റൻ മാക്കറ്റ് ഒരു തോണിയിൽ തീരമടഞ്ഞു. റോബിന്റെ വിചിത്ര രൂപവും മുറി ഇംഗ്ലീഷും കേട്ട് അദ്ദേഹം ശരിക്കും അമ്പരന്ന് പോയി. അവനെ ഇംഗ്ലീഷ് കോലത്തിലാക്കിയെടുക്കുവാനായിട്ട് അയാൾ കുറെ പ്രയാസപ്പെട്ടു. മുടി വെട്ടി, താടി വെടിച്ച്, കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങൾ നൽകി അവര് റോബിനെ യഥാർത്ഥ ഇംഗ്ലീഷനാക്കി മാറ്റിയെടുത്തു. അതോടുകൂടി തന്നിലെ മഡഗാസ്കർ പ്രേതം ഒഴിഞ്ഞു പോയതായിട്ട് റോബിനും തോന്നി. ശേഷം ഒരു ബോട്ടിൽ കപ്പലിലെത്തിയ അവന് താൻ നാട്ടിൽ ചെന്നെത്തിയതുപോലെ തന്നെയാണ് തോന്നിയത്. അപ്പർ ഡെക്കിലെ ചിരിക്കുന്ന ഇംഗ്ലീഷ് മുഖങ്ങൾ കാറ്റത്ത് ആടി ഉലയുന്ന സൂര്യകാന്തി പൂക്കൾ പോലെയാണ് അവന് തോന്നിയത്. കപ്പലിൽ ചെന്ന ഉടൻ തന്നെ ക്യാപ്റ്റൻ റോബിന്റെ പിതാവിന്റെ ഒരു എഴുത്ത് അവന് കൈമാറി. ആ എഴുത്ത് ഇതായിരുന്നു: ഫെബ്രുവരി 27, 1715 മഡഗാസ്കർ ദ്വീപിലെ റോബർട്ട് ഡ്രൂറിക്ക്. മകനെ, നീ മഡഗാസ്കർ ദ്വീപിൽ ആരോഗ്യത്തോട് കൂടിയിട്ട് ജീവനോട് ഇരിക്കുന്നതായിട്ട് നിന്റെ കൂട്ടുകാരൻ തോൺബെറി മുഖേന അറിയുവാനായിട്ട് ഇടയായി. അതെനിക്ക് എത്രത്തോളം സന്തോഷമായി എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ പ്രിയ സുഹൃത്ത് ടെറിയുടെ കൂട്ടുകാരനാണ് ക്യാപ്റ്റൻ വില്യം മാക്കറ്റ്. അദ്ദേഹം നിന്നെ കണ്ടെത്തി ഇവിടെ എത്തിക്കാം എന്ന് എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യുപകാരമായിട്ട് ആ ദ്വീപിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ അത് സാധിച്ചു കൊടുക്കണം. മിസ്റ്റർ ടെറിയോടുള്ള കടപ്പാടും നീ വിസ്മരിക്കരുത് എന്ന് നിന്റെ പിതാവ് ജോൺ ഡ്രൂറി. കാലം എന്തൊക്കെ അത്ഭുതങ്ങളാണ് റോമിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുക. ലണ്ടനിലെ ഒരു മദ്യശാലയിൽ ഇരുന്നു കൊണ്ട് മതോന്മത്തനായിട്ട് മഡഗാസ്കറിലെ വീരസ്യം വിളമ്പിക്കൊണ്ടിരുന്ന വില്യം തോൺബെറിയുടെ അടുത്ത കസേരയിൽ യാദൃച്ഛികമായിട്ട് വന്നിരിക്കുവാനായിട്ട് റോമിന്റെ സഹോദരന് തോന്നിയത് അത്ഭുതം എന്നല്ലാതെ എന്തു പറയും. തന്റെ ഒരു സഹോദരൻ കപ്പൽ യാത്രക്കിടയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് സഹോദരൻ കഥക്കിടെ ഈ വില്യം തോൺബെറിയോട് പറഞ്ഞു. തന്റെ അറിവിൽ ഒരു ഇംഗ്ലീഷുകാരൻ മഡഗാസ്കർ ദ്വീപിൽ ഉണ്ട് എന്ന് വില്യം മറുപടി പറയുകയും ചെയ്തു. റോബിന്റെ സഹോദരൻ ആ ഇംഗ്ലീഷുകാരന്റെ പേര് ചോദിച്ചതും പിന്നെ നടന്നതുമെല്ലാം അത്ഭുതമെന്നോ അല്ലെങ്കിൽ വിചിത്രമെന്നോ നമുക്ക് വിശേഷിപ്പിക്കാം. ആ കത്ത് വായിച്ച റോബിന്റെ മനസ്സിലെ വികാരം എന്തായിരുന്നുവെന്ന് ആർക്കും ഊഹിക്കാൻ പോലും സാധ്യമല്ല. എന്താണ് പറയേണ്ടതെന്നും പ്രവർത്തിക്കേണ്ടതെന്നും അവന് യാതൊരു രൂപവും ഇല്ലായിരുന്നു. തന്നെ രക്ഷപ്പെടുത്തിനുള്ള നന്ദിയായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തു തരാം എന്ന് ക്യാപ്റ്റനോട് റോബിൻ ഉറപ്പ് കൊടുത്തു. എന്തായാലും കപ്പൽ ഉടൻ തന്നെ തുറമുഖം വിടില്ല. അടിമ വ്യാപാരത്തിനായിട്ടാണ് അവരിവിടെ എത്തിയിരിക്കുന്നത്. വാക്ക് പ്രകാരം റോബിൻ അവരെ ഇതിന് സഹായിക്കണം. ഒരു വേള അടിമയായിട്ട് ജീവിച്ച അവൻ ഇപ്പോൾ അടിമക്കച്ചവടത്തിന്റെ ഭാഗമാകുന്നതും വിചിത്രമായ വിധിയുടെ കൈകടത്തലുകൾ തന്നെയാവാം. ഇവിടുത്തെ മലഗാസി ഭാഷ നന്നായിട്ട് അറിയാവുന്ന റോബിനെ ഈ ക്യാപ്റ്റൻ മാക്കറ്റിന് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ദിവസങ്ങൾക്കകം മോമയും അവിടെ എത്തിച്ചേർന്നു. അടിമുടി രൂപം മറിഞ്ഞു നിൽക്കുന്ന റോബിനെ ആദ്യം അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല എന്നത് ഏവരിലും ചിരി പടർത്തി. ക്യാപ്റ്റൻ തന്നിരുന്ന തോക്ക് സമ്മാനമായിട്ട് റോബിന് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. അവസാനം അവരോട് യാത്ര പറഞ്ഞ് അവിടുത്തെ വ്യാപാരം അവസാനിപ്പിച്ച ശേഷം കപ്പല് ദ്വീപിലെ തന്നെ മറ്റൊരു തുറമുഖത്തേക്ക് യാത്രയായി. അവിടെ പക്ഷേ കച്ചവടത്തിനായിട്ട് കരയിലിറങ്ങിയ റോബിന് അപ്രതീക്ഷിതമായിട്ട് മറ്റൊരു കാഴ്ച കാണേണ്ടി വന്നു. നാട്ടുകാരിൽ ഒരാള് ഈ രാജ്യത്ത് രാജാവിന്റെ കൂടെ 4-5 വെള്ളക്കാർ താമസിക്കുന്നുണ്ട് എന്ന് റോബിനോട് പറഞ്ഞു. അത് കേട്ട് ആകാംക്ഷ കാരണം അവന് അവരുടെ കൂടെ വളരെയധികം ദൂരം നടന്നിട്ട് ഈ കൊട്ടാരത്തിലെത്തിയിട്ട് അവരെ കണ്ടെത്തി. അതിലൊരാൾ ഒരു ഡച്ചുകാരനായിരുന്നു. പക്ഷെ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റേയാള് ആദ്യം കണ്ടപ്പോൾ തന്നെ ഈ റോബിനെ തന്നെ തുറച്ചു നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് റോബിന് അത്ഭുതമായി. പക്ഷെ അയാൾ തന്നെ പേരെടുത്ത് വിളിച്ചത് കേട്ടിട്ടാണ് റോബിൻ ശരിക്കും ഞെട്ടിപ്പോയത്. വർഷങ്ങൾക്ക് മുമ്പ് റോബിന്റെ കൂടെ കപ്പലിൽ നിന്നും ദ്വീപിൽ ഇറങ്ങിയവരെല്ലാം കിരീന്ദ്ര രാജാവിന്റെ ആളുകളുടെ കൈകളാൽ വധിക്കപ്പെട്ട ആ ദിവസം റോബിൻ ഉൾപ്പെടെ 4 ചെറുപ്പക്കാരെ അവർ കൊല്ലാതെ വിട്ട കാര്യം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അവരിൽ ഒരാളാണ് റോബിന്റെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്ന നിക്കോളാസ് ഡോവ് എന്നയാള്. വീണ്ടും ഒരിക്കൽ കൂടി കണ്ടതോടെ ഇരുവർക്കും സന്തോഷം സഹിക്കാനായില്ല. അവനും റോബിനെ പോലെ തന്നെ ഏറെ ദുരിതങ്ങൾ അനുഭവിച്ചതാണ്. ദ്വീപിൽ നിന്നും രക്ഷപ്പെട്ട് അവൻ കയറിപ്പറ്റിയത് കൊള്ളക്കാരുടെ കപ്പലിലായിരുന്നു. അവിടെ നിന്നും ഒരു വിധത്തിൽ രക്ഷപ്പെട്ടിട്ടാണ് ഇപ്പോഴത്തെ രാജാവിന്റെ അരികിൽ അഭയം പ്രാപിച്ചത്. എന്തായാലും കിട്ടാവുന്നത്ര അടിമകളെയും ദ്വീപിൽ കുടുങ്ങിക്കിടന്നിരുന്ന വെള്ളക്കാരെയും കൂട്ടിയിട്ട് മാസങ്ങൾക്ക് ശേഷം 1717 ജനുവരി 20 കപ്പൽ മഡഗാസ്കർ ദ്വീപ് വിട്ട് യാത്രയായി. ഡെക്കിൽ നിന്നുകൊണ്ട് അകന്നു പോകുന്ന ആ ദ്വീപിനെ നോക്കിക്കൊണ്ട് റോബിൻ നിശ്ചലനായി നിന്നു. 16 വർഷങ്ങൾ താൻ അടിമയായി കഴിഞ്ഞ കൂറ്റൻ മഡഗാസ്കർ ദ്വീപ് ഒരു പൊട്ടുപോലെ കാഴ്ചയിൽ നിന്നും മറയുന്നത് വരെയും റോബിൻ കപ്പൽ തട്ടിൽ നിന്നും മാറിയതേയില്ല. ഇനി ഇംഗ്ലണ്ട്, സ്വന്തം നാട്, വീട്, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ. അന്ന് രാത്രി റോബിൻ നന്നായി ഉറങ്ങി. ദ്വീപിൽ നിന്നും ആഴക്കടലിലേക്കുള്ള ചുവടുമാറ്റം റോബിന്റെ മനസ്സ് ആഗ്രഹിച്ചതായിരുന്നുവെങ്കിലും ശരീരം പക്ഷേ അത് അംഗീകരിച്ചില്ല. വയറിളകി ഓക്കാനിച്ച് ദിവസങ്ങളോളം അനങ്ങാൻ വയ്യാതെ റോബിന് കിടക്കേണ്ടി വന്നു. പക്ഷെ അതൊന്നും ദ്വീപിലെ യാതനകളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോഴേക്കും ഒന്നുമായിരുന്നില്ല. ആ കപ്പല് പതിവ് പോലെ ഗുഡ് ഹോപ്പ് മുൻപ് സന്ദർശിച്ചില്ല. അവർ പിന്നീട് അറ്റ്ലാന്റിക്കിലെ സെന്റ് ഹെലേന ദ്വീപും ശേഷം ബർബഡോസിലേക്കുമാണ് പോയത്. അവസാനം ജമൈക്കയിലെത്തി വാങ്ങിയ മുഴുവൻ അടിമകളെയും അവിടെ വിറ്റു.
അവരെല്ലാം ഇനി ആ ദ്വീപിലെ അനേകം റോബർട്ട് ഡ്രൂറിമാരായി മാറും. ശേഷം ജൂലൈ 5 കപ്പൽ വീണ്ടും യാത്ര തുടർന്നു. അവസാനം 1717 സെപ്റ്റംബർ 9 ശനിയാഴ്ച റോബർട്ട് ഡ്രൂറി അഥവാ റോബിൻ 16 വർഷങ്ങൾക്കും 9 മാസങ്ങൾക്ക് മുമ്പ് വെറുമൊരു ബാലനായി യാത്ര തുടങ്ങിയ അതേ ഡൗൺ തുറമുഖത്ത് തിരികെ എത്തി. ഇംഗ്ലണ്ടിന്റെ കരയിലാണ് താൻ ഇപ്പോഴും നിൽക്കുന്നത് എന്ന് റോബിൻ സ്വയം ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിച്ചു. സന്തോഷവും ദുഃഖവും എല്ലാം അവന്റെ മുഖത്ത് ഒരേ സമയം മാറി മറഞ്ഞു. സ്വാതന്ത്ര്യത്തിന്റെ വായു റോബിൻ ആഞ്ഞുശ്വസിച്ചു. അവന്റെ ആദ്യ ലക്ഷ്യം ലണ്ടനിലെ കിങ്സ് ഹെഡ് എന്ന സത്രമായിരുന്നു. റോബിന്റെ പിതാവ് പണ്ട് നടത്തിയിരുന്ന സ്ഥാപനമായിരുന്നു അത്. റോബിൻ പക്ഷേ നേരെ അങ്ങോട്ടേക്ക് പോയില്ല. പകരം ചെറുപ്പത്തിൽ അവൻ സ്ഥിരമായിട്ട് പോകാറുണ്ടായിരുന്ന ബെൽ എന്ന കോഫി ഷോപ്പിലേക്കാണ് അവൻ പോയത്. അവിടെ ഉണ്ടായിരുന്ന ഒരു വൃദ്ധൻ റോബിന്റെ മുറി ഇംഗ്ലീഷ് കേട്ടിട്ട് അവനൊരു വിദേശിയാണ് എന്നാണ് തെറ്റിദ്ധരിച്ചത്. പക്ഷേ ഈ റോബിൻ കിങ്സ് ഹെഡിനെ കുറിച്ചും അച്ഛൻ ജോൺ ഡ്രൂറിയെ കുറിച്ചും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. അയാൾ കൊടുത്ത മറുപടി പക്ഷേ റോബിനെ തകർത്ത് കളഞ്ഞു. 15 വർഷങ്ങൾക്ക് മുമ്പേ റോബിനെ കാണാതായി എന്ന് മനസ്സിലായതോടു കൂടിയിട്ട് അവന്റെ അമ്മ അധികം വൈകാതെ തന്നെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. റോബിൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തോൺബെറിയിൽ നിന്നും അറിഞ്ഞ ശേഷം അവനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ വില്യം മാക്കറ്റിനെ ചുമതലപ്പെടുത്തി ഒരു കത്തും കൊടുത്തു വിട്ട ശേഷം 1 വർഷം കഴിഞ്ഞ് അച്ഛനും വിട പറഞ്ഞു. റോബിൻ തിരികെ എത്തിയാൽ അവന് വേണ്ടിയിട്ട് കുറച്ച് കാശ് കരുതി വെച്ചിട്ടാണ് അച്ഛൻ ആ പിതാവ് യാത്രയായത്. ഇനി ജീവനോടെ അവശേഷിക്കുന്നത് സഹോദരനും സഹോദരിയും മാത്രമാണ്. തന്റെ വിധിയെ പഴിച്ചുകൊണ്ട് റോബിൻ അലറിക്കരഞ്ഞു. തന്നെ അത്രമാത്രം സ്നേഹിച്ച് തന്റെ വരവും കാത്തിരുന്ന അച്ഛൻ എത്രയോ നാളുകൾക്ക് മുമ്പേ വിട പറഞ്ഞിരിക്കുന്നു. മരണസമയത്ത് പോലും അദ്ദേഹം റോബിനെ കാണുവാൻ ആഗ്രഹിച്ചിരുന്നു എന്നുകൂടി കേട്ടതോടെ റോബിൻ തകർന്നുപോയി. കടലിലേക്ക് പോകരുതേ എന്ന് അവനോട് മുട്ടുകൂത്തി നിന്ന് അപേക്ഷിച്ച അവന്റെ മാതാവ് മകൻ നഷ്ടപ്പെട്ടതോർത്ത് നെഞ്ചുരുകിയാണ് മരിച്ചത്. ഇവർ രണ്ടുപേരെയും ഒരു നോക്ക് കാണുവാനായിട്ടാണ് അവൻ ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ച് സ്വന്തം ഭാര്യയെപ്പോലും ഉപേക്ഷിച്ച് തിരികെ എത്തിയത്. ആ കോഫി ഷോപ്പിൽ ഇരുന്നു കൊണ്ട് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ റോബിൻ വിങ്ങിക്കരഞ്ഞു. ഇതേസമയം അവൻ തിരികെ വന്ന വാർത്തയറിഞ്ഞ് റോബിനെ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന അവന്റെ ഏതാനും ബാല്യകാല സുഹൃത്തുക്കൾ അവിടെ എത്തി. അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞിട്ട് അവരെല്ലാം അത്യധികം സന്തോഷിച്ചു. പിന്നീട് റോബിൻ അവന്റെ സഹോദരിയെയും സഹോദരനെയും പോയി കണ്ടു. അവരുടെ എല്ലാം സന്തോഷം കണ്ട് അവൻ സത്യത്തില് പൊട്ടിക്കരഞ്ഞുപോയി. അപ്പോഴാണ് താൻ കപ്പലിൽ ഒരിക്കലും യാത്രയ്ക്കായിട്ട് ആ ചെറുപ്പകാലത്ത് പോകേണ്ടിയിരുന്നില്ല എന്ന് റോബിൻ ഓർത്തുപോയത്. ഇനി ഇതൊക്കെ പറഞ്ഞിട്ടും ഓർത്തിട്ടും എന്ത് പ്രയോജനം? ലണ്ടനിലെ മഹത്തായ ജനസാഗരത്തിൽ റോബിൻ ഒറ്റപ്പെട്ടൊരു ദ്വീപായി മാറി. അച്ഛൻ അവനായി നീക്കി വെച്ചിരുന്ന മൂലധനം വളരെ കുറവായിരുന്നു. അതും വെച്ച് ലണ്ടനിൽ ജീവിക്കാനായിട്ട് തക്ക പണിയും അങ്ങനെ ഒരു പണിയും റോബിന് അറിയില്ലായിരുന്നു. ആകെ അറിയാവുന്നത് മലഗാസി ഭാഷയാണ്. അത് പ്രയോജനപ്പെടുത്തുവാൻ തന്നെ റോബിൻ തീരുമാനമെടുത്തു. അടിമ വ്യാപാരം നടത്തുന്ന ഏതെങ്കിലും ഒരു കപ്പലിൽ പരിഭാഷയായിട്ട് കടന്നുകൂടുക, അതേ ഉള്ളൂ ജീവിക്കാനായിട്ട് ഒരു വഴി. അങ്ങനെ 1718 സെപ്റ്റംബറിൽ മെർക്കുറി എന്ന കപ്പലിൽ റോബിൻ ഒരിക്കൽ കൂടി അടിമ വ്യാപാരത്തിനായിട്ട് പുറപ്പെട്ടു. ക്യാപ്റ്റൻ വൈറ്റ് ആയിരുന്നു കപ്പിത്താൻ. അങ്ങനെ അടുത്ത വർഷം ജൂൺ 7 റോബിൻ വീണ്ടും മഡഗാസ്കർ ദ്വീപിൽ തിരികെ എത്തി. അവിടെ സന്തോഷകരമായ ഒരു വാർത്ത അവനെയും കാത്തിരിപ്പുണ്ടായിരുന്നു. മെർണോഗ രാജാവ് മരണപ്പെട്ടു. പകരം ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് റോബിന്റെ സ്വന്തം മോമയാണ്. അപ്രതീക്ഷിതമായിട്ട് റോബിനെ ഒരിക്കൽ കൂടി കണ്ട അദ്ദേഹം അന്തം വിട്ടുപോയി. അവനെ മകനെ പോലെ സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ആഹ്ലാദം പ്രകടിപ്പിച്ചു. റോബിന്റെ സകല കന്നുകാലികളെയും മാർക്ക് ചെയ്ത് പ്രത്യേകം അവർ പരിപാലിക്കുന്നുണ്ടായിരുന്നു. പുതുതായിട്ട് ജനിച്ചവയെ റോബിനെ കൊണ്ട് തന്നെ അവർ മാർക്ക് ചെയ്യിപ്പിച്ചു. വാക്ക് പറഞ്ഞതുപോലെ തന്നെ റോബിൻ തിരികെ വന്നതിൽ എല്ലാവരും വളരെയധികം സന്തോഷിച്ചു. അവന്റെ രണ്ടാം ഭാര്യ പക്ഷെ അപ്പോഴേക്കും മറ്റൊരാളുടെ സ്വന്തമായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മിയവാരുടെ അരിയിലുണ്ടായിരുന്ന ആദ്യ ഭാര്യയെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും ഈ മീവാരെക്കുറിച്ചിട്ടും ആ ഭാര്യയെക്കുറിച്ചിട്ടും യാതൊരു അറിവും അവന് കിട്ടിയതുമില്ല. അവളും ഒരുപക്ഷെ ഇപ്പോഴ് മറ്റൊരു കല്യാണം കഴിച്ചിട്ടുണ്ടാവണം. ഈ ദ്വീപില് ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് കഴിയുക അസാധ്യമാണ്. എന്തായാലും ഇനി റോബിൻ ഇങ്ങോട്ടേക്കില്ല. അവൻ്റേതായ ഒന്നും ഇനി ഇവിടെ അവശേഷിക്കുന്നുമില്ല. മനസ്സിൽ സന്തോഷത്തോടെ തന്നെ ഈ റോബിൻ അവരോടെല്ലാം അവസാന യാത്ര പറഞ്ഞു. ഇനി ഇവരെയൊന്നും ഈ ജീവിതത്തിൽ അവൻ ഒരിക്കൽ കൂടി കാണില്ല. എല്ലാത്തിനും വിട. തേനും കിഴങ്ങുകളും പന്നികളും ഹട്ടോയി കാളകളും യുദ്ധങ്ങളും മോഷണങ്ങളും ഇനി ഓർമ്മകൾ മാത്രം. മഡഗാസ്കർ ദ്വീപ് ഒരു പൊട്ടുപോലെ കണ്ണിൽ നിന്ന് മറയുന്നതുവരെയും റോബിൻ കപ്പൽ തട്ടിൽ തന്നെ നിലയുറപ്പിച്ചു. കഴിഞ്ഞതൊക്കെയും ഒരു സ്വപ്നം പോലെ മനസ്സിലെ കോണുകളിൽ മിന്നിമറഞ്ഞു. ദുരിതങ്ങളിൽ നിന്നും ഓർമ്മകളിൽ നിന്നും അവൻ മടങ്ങിയാണ്. ഗുഡ് ബൈ മഡഗാസ്കർ. അങ്ങനെ കച്ചവടമെല്ലാം പൂർത്തിയാക്കി 1720 റോബിൻ വീണ്ടും ലണ്ടനിൽ മടങ്ങിയെത്തി. ഇനി ഒരു കപ്പൽ യാത്ര ഈ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഒരു മനുഷ്യായുസിൽ കൂടുതൽ ഓർക്കുവാനുള്ള അനുഭവങ്ങൾ അവൻ ഇപ്പോൾ തന്നെയുണ്ട്. റോബിന്റെ ഈ കഥകൾ കേൾക്കുവാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകൾ അവന്റെ അരികിൽ എത്തുമായിരുന്നു. റോബിൻ അവർക്കൊക്കെ കഥകൾ പറഞ്ഞു കൊടുക്കുകയും മഡഗാസ്കറിൽ ചെയ്തിരുന്നതുപോലെ തന്നെ കുന്തമെറിഞ്ഞ് കാണിച്ചിട്ട് ആളുകളെ രസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. റോബിൻ എന്ന റോബർട്ട് ഡ്രൂറിയുടെ പുസ്തകത്തിന്റെ അവസാന ഭാഗങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് ഇതുപോലെയാണ്. എന്റെ ഈ അനുഭവങ്ങൾ ക്ഷമയോടെ വായിച്ച് നിങ്ങളിൽ പലർക്കും പലതും വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാവും. പക്ഷേ വീട് വിട്ട് ഒരിക്കലെങ്കിലും അന്യദേശങ്ങളിൽ പാർക്കേണ്ടി വന്നവർക്ക് ഇതെല്ലാം മനസ്സിലാവും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യമാണ്.
ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ടാവാം. ഓർമ്മക്കുറവ് കാരണം ചില പേരുകൾ തെറ്റിയിട്ടുമുണ്ടാവും. പക്ഷേ ഞാൻ നേരിൽ കണ്ടതും അനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടവർക്ക് ഓൾഡ് ടോംസ് കോഫി ഹൗസിൽ വൈകുന്നേരങ്ങളിൽ വന്നാൽ എന്നെ നേരിട്ട് കാണാം. വിവരങ്ങൾ ഞാൻ തന്നെ നേരിട്ട് നിങ്ങളോട് പറയാം. ഇതെല്ലാം എത്ര തവണ വേണമെങ്കിലും പറയുവാനായിട്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഞാൻ പറയുന്നതൊക്കെ എൻ്റെ ജീവിതമാണ്, അത് സത്യവുമാണ്. റോബർട്ട് ഡ്രൂറി. ഈ വീഡിയോ സീരീസിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ റോബിൻ ഡാനിയൽ ഡീഫോയുടെ ഒരു സാങ്കല്പിക സൃഷ്ടി മാത്രമായിരുന്നു എന്നാണ് ആദ്യകാലത്തെ ധാരണകൾ. ഡ്രൂറി ഒരു കടൽക്കൊള്ളക്കാനായിരുന്നു എന്നും തിരികെ ലണ്ടനിലെത്തിയാൽ കിട്ടുന്ന തൂക്കുമരം ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് താനൊരു തടവുകാരനായിട്ട് കഴിഞ്ഞ ഒരു കഥയുണ്ടാക്കി പ്രചരിപ്പിച്ചതാണ് എന്നുമുള്ള വാദങ്ങൾക്കും ഒരു കാലത്ത് പ്രചാരം ഉണ്ടായിരുന്നു. ഒരു വെള്ളക്കാരൻ കറുത്ത ആഫ്രിക്കൻ വർഗ്ഗക്കാരുടെ അടിമയായി വർഷങ്ങളോളം കഴിഞ്ഞു എന്ന കഥ അക്കാലത്ത് തികച്ചും അവിശ്വസനീയം തന്നെയായിരുന്നു. പക്ഷേ ഈ ആരോപണങ്ങളൊക്കെയും അതിജീവിച്ച് കാലത്തിന്റെ ഇരുണ്ട കോണിൽ നിന്നും ഉയർത്തി വേണ്ടിയിട്ട് റോബർട്ട് ഡ്രൂറിക്ക് വർഷങ്ങളേറെ കാത്തിരിക്കേണ്ടി വന്നു. അവസാനം 1991 പ്രശസ്ത ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായ മൈക്ക് പാർക്കർ പ്രിയേഴ്സിന്റെ കൈകളിൽ റോബർട്ട് ഡ്രൂറിയുടെ പുസ്തകം ഈ ജേർണലിൽ എത്തിച്ചേർന്നു. മഡഗാസ്കറിനെ കുറിച്ചുള്ള തന്റെ ഗവേഷണങ്ങൾക്കിടയിലാണ് അദ്ദേഹം ഈ പുസ്തകവും പഠനവിധേയമാക്കിയത്. ദ്വീപിലെ പഴയ ടാൻഡ്രോയി ഗോത്രക്കാരുടെ ശവകുടീരങ്ങൾ ഉത്ഖനനം ചെയ്ത് പഠിക്കുമ്പോഴാണ് ഡ്രൂറിയുടെ പുസ്തകത്തിൽ ഇവരെപ്പറ്റിയും ഈ സ്ഥലങ്ങളെപ്പറ്റിയും വിശദ വിവരങ്ങൾ ഉള്ള കാര്യം അദ്ദേഹം ഓർത്തത്. പിന്നീട് കുറച്ച് മലഗാസി സുഹൃത്തുക്കളുമായിട്ട് അദ്ദേഹം നടത്തിയ 5 ഫീൽഡ് ട്രിപ്പുകൾ റോബർട്ട് ഡ്രൂറിയെക്കുറിച്ച് അതുവരെ ഉണ്ടായിരുന്ന സകല ധാരണകളും മാറ്റി എഴുതി. ഡ്രൂറിയുടെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരുന്ന സ്ഥലങ്ങൾ അതേപടി അതേ ശ്രേണിയിൽ തന്നെ പിയേഴ്സൺ കണ്ടു തീർത്തു. ദ്വീപിൽ അന്നുണ്ടായിരുന്ന ജനങ്ങളുടെ ജീവിത രീതികളെ കുറിച്ചിട്ട് ഈ റോബിൻ എഴുതിയിരുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ഒരു ഞെട്ടലോടെ പിയേഴ്സൺ തിരിച്ചറിഞ്ഞു. അവസാനം ഈ മഡഗാസ്കർ എന്ന ദ്വീപിന്റെ തീരത്ത് നിന്ന് വളരെ അടുത്തു നിന്നും ഡ്രൂറിയുടെ തകർന്ന കപ്പലായിരുന്ന ഡീഗ്രേവിന്റെ ചില അവശിഷ്ടങ്ങൾ കൂടി കണ്ടതോടെ ലോകം ആ സത്യം തിരിച്ചറിഞ്ഞു. റോബർട്ട് ഡ്രൂറിയുടെ പുസ്തകം ഡാനിയൽ ഡീഫോയുടെ വെറും സാങ്കല്പിക സൃഷ്ടിയല്ല, മറിച്ച് 18-ാം നൂറ്റാണ്ടിൽ മഡഗാസ്കർ ദ്വീപിൽ തടവുകാരനായിട്ട് ജീവിച്ച ഒരു പച്ച മനുഷ്യന്റെ യഥാർത്ഥ ജീവിത കഥയാണ്. പിയേഴ്സന്റെ നിഗമനങ്ങൾ ഇൻ സെർച്ച് ഓഫ് ദി റെഡ് സ്ലേവ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ട്. റോബിൻ ഒരു യഥാർത്ഥ മനുഷ്യനായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടുവെങ്കിലും പുസ്തകത്തിന്റെ രചയിതാവ് ആര് എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഉറപ്പില്ല. ജോൺ ബെൻബോയുടെയും ഫ്ലക്കാർട്ടിന്റെയും കൃതികൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സ്വന്തം അനുഭവങ്ങൾ ചേർത്ത് ഡ്രൂറിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും നേരിട്ട് എഴുതിയെടുത്ത മറ്റാരെങ്കിലും ആവാം ഈ രചയിതാവ് എന്നാണ് ചിലർ കരുതുന്നത്. ഇതിൽ ഈ ജോൺ ബെൻബോ ആരായിരുന്നുവെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ക്യാപ്റ്റൻ യങ്ങും കൂട്ടരും കിരീന്ദ്രയെ തടവിലാക്കി പോരുമ്പോഴേക്കും ആളുകളെ പല ഗ്രൂപ്പുകളായിട്ട് വിഭജിച്ചിരുന്നു. ഓരോ ഗ്രൂപ്പുകളും ഊഴമിട്ടാണ് രാത്രി കാവലിരുന്നത്. അതിൽ ഒരു ഗ്രൂപ്പ് മിസ്റ്റർ ബെൻബോയുടെ കീഴിലായിരുന്നു. ക്യാപ്റ്റൻ ഡ്രുമോണ്ടും കൂട്ടരും കടന്നു കളഞ്ഞ ആ രാത്രി അവരുടെ കൂടെ ഈ ബെൻബോയും രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബെൻബോ പിന്നീട് 4 വർഷങ്ങൾ ദ്വീപിൽ കഴിഞ്ഞ ശേഷം തെക്ക് കിഴക്കൻ മഡഗാസ്കറിൽ നിന്നും ഒരു ഡച്ച് കപ്പലിൽ രക്ഷപ്പെട്ടിട്ട് ആംസ്റ്റർഡാമിൽ ഇറങ്ങുകയും അവസാനം ബ്രിട്ടനിൽ എത്തിച്ചേരുകയും ചെയ്തു. ഈ ബെൻബോ ഡ്രൂറിയുടെ കഥ ശരിക്കും നടന്നതാണ് എന്നതിന്റെ പ്രധാന തെളിവാണ്. കാരണം 1701 ഫെബ്രുവരി 9 ബാലനായിരുന്ന റോബിൻ ഉണ്ടായിരുന്ന ഡീഗ്രേവ് എന്ന കപ്പല് ഡൗൺ തുറമുഖം വിട്ട് പുറംകടലിലേക്ക് പോകുമ്പോഴേക്കും അഡ്മിറൽ ബെൻബോയുടെ നേതൃത്വത്തിൽ ഒരു കപ്പൽ വ്യൂഹം അവരെ മറികടന്ന് വെസ്റ്റ് ഇൻഡീസിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇക്കാര്യം ഡ്രൂറി എഴുതിയിട്ടുണ്ട്. ഈ അഡ്മിറൽ ബെൻബോയുടെ മകനായിരുന്നു റോബിന്റെ കപ്പലിലെ 4ാം മേറ്റായിരുന്ന ജോൺ ബെൻബോ, ഇപ്പോൾ പറഞ്ഞ മിസ്റ്റർ ബെൻബോ. തന്റെ മകൻ യാത്ര ചെയ്യുന്ന ഡീഗ്രേവ് എന്ന കപ്പല് തന്റെ മുന്നിലൂടെ പുകമഞ്ഞിലൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ പോയ ആ കാര്യം അദ്ദേഹം അതേ ദിവസത്തിലെ ഫ്ലാഗ്ഷിപ്പ് ലോഗിൽ ഈ അഡ്മിറൽ ബെൻബോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. റോബിന്റെ കഥ ശരിയായിരുന്നു എന്ന് തെളിയിച്ച ആദ്യത്തെ രേഖയായിരുന്നു അത്. റോബർട്ട് ലൂയി സ്റ്റീഫൻസണിന്റെ പ്രശസ്ത നോവലായിട്ടുള്ള ട്രഷർ ഐലൻഡിൽ തുടക്കത്തിലുള്ള ബെൻബോ സത്രത്തിന് ആ പേര് കൊടുത്തത് ഇദ്ദേഹത്തിന്റെ ഈ അഡ്മിറൽ ബെൻബോയുടെ ബഹുമാനാർത്ഥമാണ്. ഇതുകൂടാതെ റോബിനും ക്യാപ്റ്റൻ ഡ്രുമോണ്ടും മറ്റു നാവികരും കടൽ തീരത്തു നിന്നും കിരീന്ദ്രയുടെ കൊട്ടാരത്തിലേക്ക് നടക്കുന്ന വഴി ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ചില നാവികരൊക്കെ കൂടത്തു നിന്നും ഒളിച്ചോടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവര് അനേക നാളുകൾക്ക് ശേഷം സെയിന്റ് അഗസ്റ്റിൻ തുറമുഖത്ത് എത്തിച്ചേരുകയും അവിടെ നിന്നും ക്യാപ്റ്റൻ ഹാൽസയുടെ ചാൾസ് എന്ന കപ്പലിൽ രക്ഷപ്പെടുകയും ചെയ്തു. ഇതിനും രേഖകളുണ്ട്. കൂടാതെ 700 ടൺ കെവ് ഭാരമുണ്ടായിരുന്ന ബ്രിട്ടീഷ് യാത്രാ കപ്പലായിരുന്ന റോബിൻ സഞ്ചരിച്ച ഡീഗ്രേവ് എന്ന ആ കപ്പല് 1703 ഏപ്രിൽ 26 മഡഗാസ്കർ ദ്വീപിന്റെ തെക്കേ തീരത്തിനടുത്ത് എവിടെയോ തകർന്ന് മുങ്ങിപ്പോയി. ആ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ ഗവേഷകർ പിന്നീട് കണ്ടെടുക്കുകയും ചെയ്തു. ഇനി ക്യാപ്റ്റൻ റോബർട്ട് ഡ്രൂമോണ്ട്, ക്യാപ്റ്റൻ സ്റ്റുവർട്ട്. റോബിൻ മഡഗാസ്കറിൽ എത്തിച്ചേരും മുന്നേ തന്നെ അവിടെ ഉണ്ടായിരുന്ന വെള്ളക്കാരായ ക്യാപ്റ്റന്മാരായിരുന്നല്ലോ ഇവര്. ഇരുവരുടെയും കപ്പലുകളെ കൊള്ളക്കാർ ആക്രമിച്ച് പിടിച്ചെടുക്കുകയും ഇവരെ ദ്വീപിൽ ഉപേക്ഷിക്കുകയും ചെയ്തതാണ്. ഇതിൽ ഡ്രൂമോണ്ട് പിന്നീട് വളരെ കാലം ദ്വീപിൽ ജീവനോടെ ഉണ്ടായിരുന്നു എന്നാണ് ഡ്രൂറി പറയുന്നത്. സെയിന്റ് അഗസ്റ്റിൻ ഉൾക്കടലിന് അടുത്തുള്ള ഏതോ ഒരു സ്ഥലത്ത് വെച്ച് പിന്നീട് അദ്ദേഹം വധിക്കപ്പെട്ടു. എന്നാൽ ക്യാപ്റ്റൻ സ്റ്റുവർട്ടിന് പിന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇന്നും ദുരൂഹമാണ്. അവസാനമായിട്ട് നമ്മുടെ കഥാനായകൻ റോബിൻ എന്ന റോബർട്ട് ഡ്രൂറി 1750 മുമ്പ് എപ്പോഴോ ആണ് ഡ്രൂറി മരണപ്പെട്ടത്. ഈ സമയം അദ്ദേഹത്തിന്റെ ജേർണലിന്റെ 4ാം എഡിഷൻ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. റോബിന്റെ കഥയുടെ സ്വതന്ത്ര പരിഭാഷ മഡഗാസ്കർ എന്ന പേരിൽ ഞാൻ തന്നെ മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു.
എന്നാൽ അതിൻ്റെ റീപ്രിന്റ് വൈകുന്നത് കൊണ്ട് പുസ്തകം ഇപ്പോൾ ലഭ്യമല്ല. നമ്മുടെ ഈ സ്വന്തം ബുക്കും ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ബുക്കുകളുമാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടി റെഫർ ചെയ്തിട്ടുള്ളത്. എന്നാൽ ബുക്കിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി, നമ്മുടെ ഈ ചാനൽ ചരിത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ ഫിക്ഷൻ നോവലുകൾ ഇവിടെ ഒരിക്കലും ഉണ്ടാവില്ല. വീഡിയോ ചെയ്യാമോ എന്ന് പലരും ചോദിക്കുന്ന ബുക്കുകൾ മിക്കതും ഇത്തരം ഫിക്ഷൻ നോവലുകൾ മാത്രമാണ്. കൂടാതെ ഈ ചാനലിൽ പറയുന്ന പല ചരിത്രങ്ങളും നോവലുകളാണോ സിനിമയുടെ കഥയാണോ എന്നൊക്കെ തോന്നുന്നത് ചരിത്രം രസകരമാക്കുവാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ അവതരിപ്പിക്കുന്നതുകൊണ്ടാണ്. വീഡിയോകൾക്ക് നീളം കൂടുന്നതും അത് ചിലപ്പോൾ വീഡിയോ സീരീസായി മാറുന്നതും ചരിത്ര കഥകൾ റിസർച്ച് ചെയ്ത് അത് വിശദീകരിച്ച് പറയുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് വീഡിയോകൾ ചിലപ്പോൾ വൈകുന്നതും. വീഡിയോകൾക്കിടയിൽ ഇപ്പോൾ ഞാൻ തന്നെ സ്പോൺസേഡ് പരസ്യങ്ങൾ പറയുന്നത് ഈ ചാനൽ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതുപോലെ പരസ്യങ്ങളും സ്പോൺസർഷിപ്പും ഒന്നും ഇല്ലാതെ ഇത് നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള സാമ്പത്തികം എനിക്കില്ല. അത്തരം വിദ്യകളും എനിക്ക് വശമില്ല. നമ്മുടെ ഈ ചാനലിൽ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞൊരു ഭാഗം കൂടി ചേർത്തതും ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. മുമ്പ് റിവർ ഓഫ് ഡൗട്ട് എന്ന് പറഞ്ഞ ആ വീഡിയോ സീരീസിൽ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും വലിയൊരു വീഡിയോ സീരീസിന്റെ അവസാനം പറയുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ഈ സീരീസ് 8 ഭാഗങ്ങളും വിശദമായിട്ട് കണ്ട് ഞാനിപ്പോൾ പറഞ്ഞതും കൂടി കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ചാനൽ നിലനിൽക്കുന്നത്. ചരിത്രം വിശദമായിട്ട് വിസ്തരിച്ച് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ ചാനൽ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് മാത്രം പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, നിങ്ങൾക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ. അവസാനമായി വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പ്രവാസികളായവർക്കും അവരുടെ പ്രായമായ മാതാപിതാക്കൾക്കും നാട്ടിൽ ചെലവ് കുറഞ്ഞ മികച്ച ചികിത്സയും മറ്റും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നാട്ടിൽ തന്നെ എടുത്തു വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. 25% വരെയൊക്കെ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും അതൊന്ന് നോക്കുക. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതി. സ്നേഹത്തോടെ ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.